അപ്പോൾ ഇന്ന് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിലേക്ക് നമ്മുടെ ഉരുളി ചൂടാക്കിയതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം അതിൽ ബട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മളതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ അതൊന്ന് ഇളക്കി അതൊന്ന് നല്ല പോലെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് ഈ 3 ഐറ്റം കൂടി നമ്മളതിൽ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് നമ്മളത് തയ്യാറാക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് നമ്മൾ ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്. 2 പേരും ജോലി കഴിഞ്ഞ് വന്നിട്ടാണ്, വൈഫും ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിന്ന് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം അതുപോലെ തന്നെ ബീൻസും ക്യാരറ്റൊക്കെ നല്ല പോലെ ചൂടായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവോളയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ഇളക്കി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ. അതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. അതൊന്ന് നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാഗി ക്യൂബിൻ്റെ പൊടിയാക്കിയിട്ടുള്ളതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗാർലിക്കും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല പോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ, ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ള ചിക്കനും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളുണ്ട്. ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ അത് അതിന് ശേഷം ഒന്ന് വാങ്ങി വെച്ചിട്ട് അതിലേക്കൊരു 6 മുട്ട നമ്മൾ കുരുമുള മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ 6 മുട്ട അതിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തേക്കാണ്. അതിന് നമ്മളത് ഒരു റോസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ചോറ് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുട്ട ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുട്ട ഒന്ന് ഡ്രൈ ആവണ വരെ നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി എല്ലായിടത്തും മുട്ട പിടിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മുട്ട അതിന് ശേഷം നമ്മൾ ഒന്ന് ചോറ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് നമ്മൾ അതിലേക്ക് തട്ടി കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ചോറ് ഇട്ട് കൊടുത്ത് അത് അടിയിൽ നിന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടിയിലത്തെ മസാലയൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ നമ്മൾ ഇളക്കി അത് യോജിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളിനി ചെയ്യാനുള്ളത്, നമുക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിന് കേട്ടോ. അത് എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളൊരു ഭക്ഷണം വയ്ക്കുമ്പോൾ ഓരോരുത്തർക്കും പല രീതികളാണ്, പലർക്കും പല രീതിയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രുചിയേറിയ നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി.